ചെമ്മൻ കാരശ്ശേരി, ഇവിടെ ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ഉറപ്പായും രാഹുൽ ഗാന്ധി നയിക്കുന്ന ആ യാത്രയ്ക്ക് ഒരു പ്രചരണ യാത്രയുടെ സ്വഭാവം ഉറപ്പായും ഉണ്ടാകും. പക്ഷേ ഇവിടെ രാഹുൽ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ മറുപടിയില്ലാത്ത ആരോപണം എന്താണ്? ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ തുടക്കം മുതലേ ഈ ഇലക്ഷൻ കമ്മീഷൻ ഒരു തലപ്പൊക്കം ഉണ്ടായിരുന്നു. ആ തലപ്പൊക്കം താഴ്ന്ന് തലകുനിച്ചു നിൽക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ. അതിന് കാരണം ഉന്നയിക്കുന്ന ഈ പറഞ്ഞ ഒറ്റ മണ്ഡലത്തിൽ മാത്രം ഒറ്റ ലക്ഷം കള്ളവോട്ട്, വ്യാജ വോട്ട് എന്ന ആരോപണങ്ങൾ മറുപടിയില്ലാത്തത് മാത്രമല്ല, പല മണ്ഡലങ്ങളിൽ ഇങ്ങനെയുണ്ട്. വാരണാസി അടക്കം സംശയത്തിൻ്റെ നിഴൽ നിർത്തുകയാണ്. മാത്രമല്ല, ഈ പറയുന്ന ബീഹാറിൽ നിന്നും വെട്ടിക്കളഞ്ഞ ഈ പറയുന്ന വോട്ടർമാർക്ക് നഷ്ടമാകുന്നത് വോട്ട് മാത്രമല്ല, നിങ്ങളുടെ അവകാശങ്ങളാണ്, നിങ്ങളുടെ സംവരണമാണ്, നിങ്ങളുടെ ക്ഷേമാവകാശങ്ങളാണ് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യങ്ങൾ. അതിന് വലിയ പിന്തുണ. ഇപ്പോൾ അങ്ങും ബീഹാറിൽ പോയിട്ടുള്ള ആളായിരിക്കും, ഞാൻ പലയാവർത്തി പോയിട്ടുള്ളതാണ്. അതിന് ഗ്രാമങ്ങളിൽ നിന്നൊക്കെ സാധാരണ സ്ത്രീകൾ ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ശ്രീ എം എൻ കാരശ്ശേരി, അങ്ങനെ സാധാരണ സ്ത്രീകൾ ഇറങ്ങി ആ യാത്രയുടെ ഭാഗമാകുന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു രാഷ്ട്രീയ യാത്രയാണോ ശ്രീ എം എൻ കാരശ്ശേരി? ഹാഷ്മി, എൻ്റെ നിരീക്ഷണത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി ചെയ്ത ഏറ്റവും ഗംഭീരമായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ആരോപണമാണ്. അത് വെറും ആരോപണമല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ചെറിയ ആളല്ല. നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യയിലെ രണ്ടാമത്തെ പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ്. പിന്നെ 6 മാസം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പതിവില്ലാത്ത മാതിരി ഗൃഹപാഠം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പ്രശ്നവുമായി മുന്നോട്ട് വന്നത്. അപ്പോൾ എൻ്റെ തോന്നൽ, ഈ വിഷയം അർഹിക്കുന്ന പരിഗണന കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കിടയിലോ മാധ്യമങ്ങൾക്കിടയിലോ കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ ചെറിയ കാര്യമാണോ ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാരുടെ പേര് അന്യായമായി നീക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ? ഇതുപോലെ അന്യായമായി കൂട്ടിച്ചേർത്ത് ഇപ്പോൾ കർണാടകയിൽ, ഗുജറാത്തിൽ, അങ്ങനെ മഹാരാഷ്ട്രയിൽ ഇതിപ്പോൾ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ വേറെ ഉയർന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അമേരിക്കയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. 2018 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോർജിയ എന്നുള്ള സ്റ്റേറ്റിൽ 50,000 വോട്ടിൻ്റെ പ്രശ്നമാണ് വന്നത്. UK ഇങ്ങനെ ഉണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു, കെനിയയിലുണ്ടായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ എന്ന് പറയുന്നത് വോട്ടാണ്. അത് ഇന്ത്യയിൽ അത് ഗംഭീരമായിട്ട് വന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ, ഇടക്കാല സംവിധാനങ്ങളിൽ വോട്ടുണ്ടായിരുന്ന ആർക്കാണ്? സാക്ഷരന്മാർക്ക് മാത്രം, അല്ലെങ്കിൽ നികുതി കൊടുക്കുന്നവർക്ക് മാത്രം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു വളരെ വാശി പിടിച്ചിട്ടാണ് 22 വയസ്സായ ഏത് ആണിനും പെണ്ണിനും സ്വതന്ത്ര ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ അവകാശം വേണമെന്ന് പറഞ്ഞത്. അന്ന് പലരും നെഹ്റുവിനെ പരിഹസിച്ചിരുന്നു. നിരക്ഷരന്മാർക്ക് വോട്ടവകാശം കൊടുക്കുകയോ, സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കുകയോ, തൊഴിലാളികൾക്ക് വോട്ടവകാശം കൊടുക്കുകയോ എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ ബഹളമായിരുന്നു. അദ്ദേഹം കണക്കാക്കിയില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ 18 വയസ്സിലേക്ക് ആ പ്രായം ചുരുക്കി കൊണ്ടുവന്നു. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാവൽ രൂപമാണ്. അത് ഒരു പഴയ വാക്കുപയോഗിച്ച് പറഞ്ഞാൽ പവിത്രമാണ്. NK ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായപ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാർ ഇതിൻ്റെ ശക്തി എന്താണ്, ഇതിൻ്റെ മൂല്യം എന്താണ്, ഇതിൻ്റെ ഇൻഡിപെൻഡൻസ്, ഇതിൻ്റെ സ്വതന്ത്ര സ്വഭാവം, ഓട്ടോണമി, സ്വയം ഭരണാവകാശം എത്രയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞ് പിന്നെ അത് കുറേശ്ശെ തകർന്നു വരുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഇറാൻ മൂളികളായ ആളുകളെ ഈ ഭരണഘടനാ സ്ഥാപനത്തിൽ വയ്ക്കുക എന്നുള്ളത് തന്നെ വലിയ അന്യായമാണ്. അപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് എന്നുള്ളതിൻ്റെ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, അവർ മര്യാദയ്ക്ക് മറുപടി പറയുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളിൽ വലിയ ശതമാനം ശരിയുണ്ട് എന്ന്. അല്ല കാരശ്ശേരി മാഷ്, അങ്ങനെയാണെങ്കിൽ എന്തൊരു ദൗർഭാഗ്യകരമാണ്. നോക്കൂ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വാരണാസിയിൽ ജയിച്ചത് തട്ടിപ്പ് കാണിച്ചിട്ടാണ് എന്നാണ് രാഹുൽ ഗാന്ധി പരോക്ഷമായും പ്രത്യക്ഷമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറ്റിയാണ് പറയുന്നത്. അപ്പുറം തെറ്റാണെങ്കിൽ രാഹുലിനെ പിടിച്ച് അകത്തിടണം. ഇനി അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇന്നാ കൊണ്ടുവന്നിന്റെ ഡേറ്റ നീ കണ്ടുപിടിച്ച് പഠിച്ചുകൊണ്ട് വാ എന്ന് ധൈര്യത്തോടെ പറയാൻ കമ്മീഷൻ കഴിയണ്ടേ? കമ്മീഷൻ അധീരമായി നിൽക്കുകയാണ് മാഷേ. അത് രാജ്യത്തിനുണ്ടാക്കുന്ന ആഘാതം, നാണക്കേട് എത്ര വലുതാണ്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ രക്ഷാമാർഗം എന്ന് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സാധാരണ കാര്യങ്ങളിൽ
കോടതിയാണ്. അതായത് നിയമസഭയോ അല്ലെങ്കിൽ ഭരണ നിർവഹണ സംവിധാനമോ ഒക്കെ നമ്മളോട് അന്യായം ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കും, ഇതുപോലെ കോടതി സഹായിക്കും. ആ കോടതിയിലുള്ള വിശ്വാസം തന്നെ നമുക്ക് കുറഞ്ഞു വരുന്ന രീതിയിൽ അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ വല്ലവരുമല്ല, ഇപ്പോൾ നമുക്കൊക്കെ മറന്നുപോകാൻ പാടില്ലാത്ത കാര്യമാണ്. സുപ്രീം കോടതിയിലെ 4-5 ജഡ്ജിമാർ പത്രസമ്മേളനം നടത്തി. അതിലൊരാൾ മലയാളിയായിരുന്നു. അപ്പോൾ അവിടെ 80% പലതരത്തിലുള്ള സ്വാധീനങ്ങൾ, പണത്തിൻ്റെ സ്വാധീനത്തിനടക്കം ജുഡീഷ്യറി നീതിന്യായ പീഠം വിധേയമാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് തരത്തിലുള്ള മൂല്യമാണ് നമ്മുടെ ജനാധിപത്യത്തിനുണ്ടാവുക? ഇലക്ഷൻ കമ്മീഷൻ ഈ തരത്തിൽ സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റായിട്ട് സർക്കാർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ പിന്നെ നമുക്ക് പ്രധാനമന്ത്രിയുണ്ടോ, ഉപപ്രധാനമന്ത്രിയുണ്ടോ, സ്പീക്കറുണ്ടോ? അതായത് കള്ളം കാണിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട വാക്യം എന്താണ്? സത്യമേവ ജയതേന്ന്, സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ എന്നാണ്. ഇപ്പോൾ നമ്മൾ അതിശയോക്തികൾ, അർദ്ധസത്യങ്ങൾ, അസത്യങ്ങൾ, അങ്ങനെ ഇപ്പോൾ എല്ലാ നാട്ടിലും ജനാധിപത്യം ഈ തരത്തിൽ ദുർബലമായി വരികയാണ്. ജനാധിപത്യത്തിലുള്ള വിശ്വാസം ആളുകൾക്ക് കുറഞ്ഞു വരികയാണ്. ഞാനൊരു ഇപ്പോൾ വളരെ പഴക്കമില്ലാത്തൊരു കാര്യം ഓർത്താൽ, ഹിലരി ക്ലിൻ്റനും ട്രംപും കൂടി ആദ്യം മത്സരിച്ചല്ലോ. അന്ന് അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട്, ഒരു വിശകലനം ഞാൻ വായിച്ചത്, 78% അസത്യം ട്രംപ് ഉപയോഗിച്ചു, 22% അസത്യം ഹിലരി ക്ലിൻ്റൻ ഉപയോഗിച്ചു എന്നാണ് പ്രചാരവേലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പ്രചാരവേലയിൽ കള്ളം പറയുക എന്നുള്ളത് ഇന്നൊരു രാഷ്ട്രീയ മര്യാദയായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പുതിയ വാക്കുണ്ടായിട്ടുണ്ടല്ലോ, സ്വാതന്ത്ര്യാനന്തര സമൂഹം, ക്ഷമിക്കണം, സത്യാനന്തര സമൂഹം, പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റി. സത്യമില്ലാതെ ഒരു സമൂഹം നിലനിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആലോചിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.